എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന സന്തോഷമാണ്. എല്ലാവരിൽ നിന്നും ആഗ്രഹിക്കുന്ന സന്തോഷമാണ്. എല്ലാവരിലും ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് സന്തോഷിക്കാനുള്ള അവസരങ്ങളും വകുപ്പുകളുമാണ്. പക്ഷെ അതിൽ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നോ എന്നായിരിക്കും ഉത്തരം. പലപ്പോഴും നമുക്കുള്ള അനുഭവങ്ങളും നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നമുക്ക് നൽകിയത് ദുഃഖങ്ങളും പ്രയാസങ്ങളും തന്നെയായിരിക്കും. നമ്മൾ നന്മ പ്രതീക്ഷിച്ച്, സന്തോഷം പ്രതീക്ഷിച്ച് സമീപിച്ച ആളുകളിൽ നിന്ന് ചിലപ്പോഴൊക്കെ കിട്ടുന്നത് ദുഃഖങ്ങളോ പ്രയാസങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒക്കെ ആയിരിക്കും. അങ്ങനെയാകുമ്പോ അത് നമ്മുടെ ആനന്ദത്തെ, സന്തോഷത്തെ കെടുത്തിക്കളയും. പലപ്പോഴും നമുക്കത് വേദനകളും പ്രയാസങ്ങളും നൽകും. നമുക്കത് അസ്വസ്ഥതകൾ നൽകും. സന്തോഷം ലഭിക്കേണ്ടിടത്ത് നിന്ന്, ആനന്ദം ലഭിക്കേണ്ടിടത്ത് നിന്ന്, നല്ല വാക്കുകൾ ലഭിക്കേണ്ടിടത്ത് നിന്ന് കുറ്റപ്പെടുത്തലുകളോ തെറ്റായ വാക്കുകളോ കേൾക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും നമ്മെ ചിലപ്പോൾ അത് തകർത്ത് കളയാൻ പോലും സാധ്യതയുണ്ട്. ഒരു വാക്കിന് എന്ത് വിലയുണ്ട് എന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാക്കുക. ആളുടെ വാക്കുകൾക്ക് എന്ത് വിലയുണ്ട്, എത്രമാത്രം പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. രണ്ടു നിലക്കും പവർ ഉണ്ട്. നല്ല വാക്കുകൾ പറയുമ്പോൾ നമ്മളത് സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ പിന്തുണക്കുകയും നമുക്ക് ഉയരാനും വളരാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ആളുകളിൽ നിന്ന് നെഗറ്റീവായ വാക്കുകൾ കേൾക്കുമ്പോൾ, കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ നമ്മെ തകർത്ത് കളയാനുള്ള കഴിവും ആ വാക്കുകൾക്കുണ്ട്. ഓരോ വാക്കുകളും ഓരോ വ്യക്തിയുടെയും ചിന്തകളിൽ നിന്ന് രൂപപ്പെട്ട് വരുന്നത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഒരു കാര്യം ചേർത്ത് പറയണത്, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് അത് ശരിയാണ്, എന്നെ കുറിച്ചുള്ള ആളുടെ കാഴ്ചപ്പാട് ശരിയാണ് എന്ന് ചിന്തിച്ച് ഉടനെ അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ശരിയായ രീതിയല്ല. ആരെക്കാളും നമ്മെ അറിയുന്ന ഒരാള്, എന്നെ അറിയുന്ന ഒരാൾ ഞാനാണ്. നിങ്ങൾ ഓരോ ആൾക്കാരെയും അറിയുന്ന ആൾ നിങ്ങൾ ഓരോ ആൾക്കാരുമാണ്. അത് വെച്ച് ഇതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് ബോധ്യപ്പെട്ട് ശരി കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ആളുകൾ പറയുന്നു എന്നുകൊണ്ട് ഒറ്റയടിക്ക് അത് ഉൾക്കൊള്ളാനും അത് വിശ്വസിച്ച് നമ്മളെ വിലയിരുത്താനും നമുക്ക് മാർക്കിടാൻ നമ്മൾ പോവേണ്ടതില്ല, പോവാനും പാടില്ല എന്നാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടും. നമുക്ക് നമ്മെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ തകർന്നു പോകും, തളർന്നു പോകും, വീണു പോകും. അതേ സാഹചര്യത്തിൽ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് നമ്മൾ നമ്മെ കുറിച്ച് പറയുന്ന വാക്കുകളും. ഇത് കേസ് പറഞ്ഞ കാര്യത്തിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ നമ്മെ കുറിച്ചുള്ള വാക്കുകൾ എങ്ങനെയാണ്? നമ്മുടെ അഫർമേഷൻ ആണ്, നമ്മുടെ സെൽഫ് ടോക്ക് ആണ്. നമ്മൾ സ്വയം സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാള് നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അത് എന്നെ കൊണ്ടാവില്ല, ഇതൊന്നും നമുക്ക് പറഞ്ഞല്ല. സുഖമാണോ ചോദിക്കുമ്പോ ആ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് വരുന്ന ഉത്തരം എന്താണ്? എന്ത് സുഖം, നമുക്കല്ലേ സുഖമുണ്ടോ? ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോ എന്താരോഗ്യം, നമുക്കെന്താ ആരോഗ്യം? എപ്പോഴും രോഗം തന്നെ, എപ്പോഴും പ്രയാസം തന്നെ. സമ്പത്തിനെ കുറിച്ച് ചോദിക്കുമ്പോഴോ അത് നമുക്ക് പറഞ്ഞതാണോ? നമുക്കതൊക്കെ ഉണ്ടോ?
നമുക്കതൊക്കെ അതിനുള്ള അവസരമുണ്ടോ, അർഹതയുണ്ടോ? അങ്ങനെ ഏത് കാര്യത്തെ കുറിച്ച് പറയുമ്പോഴും സെൽഫ് ടോക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അത് പലപ്പോഴും നെഗറ്റീവായി വരുന്നു എന്നാണ് ഏറ്റവും അപകടകരമായ ഒരു കാര്യം. ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, മറ്റുള്ളവരുടെ വാക്കുകൾ അതിൽ നെഗറ്റീവ് ഉണ്ടാവാം, നമ്മളത് സ്വീകരിക്കേണ്ടതില്ല. പക്ഷെ അത് നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. അതേ സമയത്ത് നമ്മൾ തന്നെ നമ്മെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ അത് നന്മയേക്കാൾ, സന്തോഷത്തെക്കാൾ, ഗുണത്തേക്കാൾ, ഹാപ്പിനെസിനേക്കാൾ, പോസിറ്റീവിനേക്കാൾ നെഗറ്റീവ് കയറി വരുന്നു എന്നത് ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഈ സെൽഫ് ടോക്ക് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ചിന്തകൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മുടെ സെൽഫ് ടോക്കിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ നമുക്ക് നമ്മളെ കണ്ടെത്താൻ കഴിയും, നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും, ഒരു ആനന്ദം നമുക്ക് ലഭിക്കും. നമ്മുടെ ബ്ലഡ് നമ്മുടെ എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്കും അത് ഒഴുകിയെത്തുന്നുണ്ട്. ഒഴുകിയെത്തുന്ന എല്ലാ ഇടങ്ങളിലേക്കും അത് ഒരാനന്ദം, ഒരു സന്തോഷം, ഒരു സുഖം അത് എത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് എത്തേണ്ടതുണ്ട്. എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലരുടെയും ശരിയായ പഠനം നടത്തി കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന കാര്യം പലർക്കും അത് ഇല്ലാതായി പോയി എന്നതാണ്. അങ്ങനെ ഇല്ലാതായി പോകുമ്പോൾ നമ്മളൊരു ഭാഗത്ത് ഒരാളെ കുറിച്ച്, ഒരു ഭാഗത്തെ കുറിച്ച്, ഒരു വിഷയത്തെ കുറിച്ച് അമിതമായി നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ അത് നമുക്ക് അവിടെ രോഗമായി മാറും എന്നത് കൂടി യാഥാർത്ഥ്യമാണ്. സമ്പത്തിനെ കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ, ബന്ധങ്ങളെ കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ, ആശങ്ക, ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ദിവസങ്ങളെ കുറിച്ച് നമുക്ക് ഉണ്ടാകുന്ന അമിതമായ ഉത്കണ്ഠകൾ, ആശങ്കകൾ, പ്രയാസങ്ങൾ പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം നമ്മെ അത് പ്രയാസപ്പെടുത്തും. എൻ്റെ അടുത്ത് കുറച്ച് 1-2 മാസം മുമ്പ് ഒരാൾ വന്നിരുന്നു. സംസാരിക്കുന്നതിൽ അവർ പറയുന്നുണ്ട്, കുറച്ച് കാലം ഞാൻ കിടന്നു പോയിരുന്നു, എഴുന്നേൽക്കാൻ പോലും പറ്റാത്തത് ഞാൻ കിടന്നു പോയിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല, കിടപ്പിലായിരുന്നു ഞാൻ. വലിയ പ്രായമൊന്നുമില്ല, ഒരു 25-28 വയസ്സിനിടയ്ക്കുള്ള ഒരാളാണ്. ഒരു ഫാമിലി ഇഷ്യൂ ആയി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതാണ്. ഞാൻ അവരോട് ആ സംസാരം ചോദിക്കുന്നുണ്ട്, ഒരു നിലക്കും മുന്നോട്ട് പോവില്ല, ജീവിതം സ്റ്റക്കായി എന്ന തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും കാലുള്ള അനുഭവങ്ങളിൽ നിന്ന്, പഠനങ്ങളിൽ നിന്ന്, പാഠങ്ങളിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു ചോദ്യമാണത്. ജീവിതം ഒരു നിലക്കും മുന്നോട്ട് പോവില്ല, ഇവിടെ സ്റ്റക്കായി എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നോ? നിലച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നോ? അവര് പറയുന്നുണ്ട്, അതെ, ആ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. മുന്നോട്ട് പോവില്ല എന്ന് തോന്നൽ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ തോന്നൽ കൂടിക്കൂടി വന്നപ്പോഴാണ് ആ കാൽ മുന്നോട്ട് വെക്കാൻ പറ്റാത്ത വിധം ഞാൻ കിടന്നു പോയത് എന്ന് ഇപ്പം നിങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. എന്റെ സംഭവിച്ചത്, ജീവിതം നമ്മൾ നിരന്തരം മനസ്സിൽ പറ്റില്ല, ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇവിടെ നിന്നു, ജീവിതത്തിൽ സ്റ്റക്ക് ആയി കഴിഞ്ഞു, ഇനി എനിക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും,
സമ്പത്തില്ല, കുടുംബം പ്രയാസമാണ്, വീട് പ്രശ്നമാണ്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ അംഗീകരിക്കാൻ ആരുമില്ല, എന്നെ ഉൾക്കൊള്ളാൻ ആരുമില്ല. അങ്ങനെ നിരന്തരമായി ഇതേ ചിന്തകൾ മാത്രം ആവർത്തിച്ചപ്പോ അവര് വീട്ടിൽ കിടന്നു പോകുന്ന സാഹചര്യം അവർക്ക് അനുഭവപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മളെ ഒന്ന് നിരീക്ഷിച്ച് നോക്കി. പല രോഗങ്ങളും നമ്മൾക്ക് വരുന്നത്, പല അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നത് ഇത്തരം ചിന്തകൾ നമ്മൾ ആവർത്തിക്കുമ്പോഴല്ലേ എന്ന് കൂടി ഒന്ന് ഓർത്ത് നോക്കി. പല വേദനകൾ നമ്മൾ അനുഭവിക്കുന്നത് ഇത്തരം ചില ചിന്തകളുടെ ഭാഗം കൂടിയല്ലേ എന്നൊന്ന് ആലോചിക്കുകയും ഒന്ന് ടൈപ്പ് ചെയ്ത് ചാറ്റ് ചെയ്ത് യെസ് ഓർ നോ നിങ്ങൾ പറയാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് ഇടാം. യെസ് ഓർ നോ. യെസ്, വെരി ഗുഡ്. അപ്പൊ അവിടെ മാറ്റം വരുത്തേണ്ടത്. യെസ് യെസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ആ ചിന്തകൾക്ക് നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇതിന് മാറ്റം വരുത്താൻ കഴിയുന്ന, നമ്മളെ മാറ്റാൻ കഴിയുന്ന ഒരാളെ ലോകത്തുള്ളൂ. ആരാ അറിയോ? എന്നെ മാറ്റാൻ കഴിയുന്ന ഒറ്റ ഒരാളെ ലോകത്തുള്ളൂ. നിങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒറ്റ ഒരാളെ ലോകത്തുള്ളൂ. അതാരാണ്? പറഞ്ഞോളൂ, ചാറ്റ് ചെയ്തോളൂ. ശരിയായി, തെറ്റൊന്നുമില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ തന്നെയാണ്, ഞാൻ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. എന്റെ ആശയം ഇത്രയേ ഉള്ളൂ. പടച്ചോൻ ഒരാളെയും ഒരു സമൂഹത്തെ മാറ്റില്ല, അവർ സ്വയം മാറുന്നവരെ. മാറുമ്പോ ആ മാറ്റത്തിനൊപ്പം പടച്ചോണ്ടാവും. നമ്മൾ മാറുമ്പോ നമ്മെ മാറ്റാൻ പടച്ചോണ്ടാവും. നമ്മൾ ആ മാറ്റങ്ങൾക്കൊപ്പം പോവുക, പുതിയ മാറ്റങ്ങൾ നമ്മൾ രൂപപ്പെടുത്തുക. ആ മാറ്റങ്ങൾ നമ്മൾ, എന്ത് മാറ്റങ്ങളാണ് നമ്മുടെ ചിന്തകൾ വേണ്ടത് നമ്മൾ കണ്ടെത്തി അന്വേഷിക്കുക. ഇന്നലെ ഒരാൾ പ്രയാസം പറഞ്ഞപ്പോ, ബ്ലീഡിങ് പറഞ്ഞപ്പോ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, ജീവിതത്തിന് ഒരു ആനന്ദവും ഇല്ല, എല്ലാം ഔട്ടായി എന്നൊരു തോന്നലുണ്ടോ? സന്തോഷം ഔട്ടായി പോയി, റണ്ണിങ് ഔട്ട്. ആനന്ദം എന്നത്, ജോയ് എന്നത് ഒരു ഫീലിംഗ് ആണ്, ഒരു ഇമോഷൻ ആണ്, ഒരു ഫീലിംഗ് ആണ്. ജീവിതത്തിന്റെ ഒരു സന്തോഷങ്ങൾ നമ്മളിങ്ങനെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിങ്ങനെ പ്രയാസപ്പെട്ട സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്റെ സാഹചര്യം, പ്രയാസമാണ്, പ്രശ്നമാണ് എന്ന് തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകും. പിന്നെ വരണ്ട് തുടങ്ങും ജീവിതം, ഉണങ്ങിത്തുടങ്ങും ജീവിതം, മടുത്തു തുടങ്ങും ജീവിതം. അപ്പം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ചിലർക്കെങ്കിലും കാണുന്ന കാര്യമാണ് ബ്ലീഡിങ് പോലത്തെ കാര്യങ്ങൾ. അതിന് നമ്മൾ അഫർമേഷൻ കൊടുത്ത്, അഫർമേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മളോട് പറയുന്ന വാക്കുകളാണ്. നമ്മൾ പറയുന്ന വാക്കുകളാണ്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ജീവിതത്തിന്റെ സന്തോഷം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ജീവിതത്തിന്റെ ആനന്ദത്തിൽ കൂടെ ഞാൻ കടന്നു പോകുന്നു, ഞാനിപ്പോൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളെക്കുറിച്ച് നല്ലതായ അങ്ങനെ കുറെ വാക്കുകൾ നമുക്ക് കണ്ടെത്താം, നമുക്ക് തയ്യാറാക്കാം. ആവശ്യമായ വാക്കുകൾ അങ്ങനെ കണ്ടെത്താനുള്ള വഴികൾ നമുക്ക് അന്വേഷിക്കാം. വേണമെങ്കിൽ അത് കണ്ടെത്തി മനസ്സിലാക്കി ചോദിച്ച് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം. അങ്ങനെ ആ ഒരു വാക്കുകൾ, ആ ഒരു അഫർമേഷൻ ആവർത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു, ഒരു അഫർമേഷനാണ്. ഞാൻ ഉൾക്കൊള്ളുന്നു, ഒരു അഫർമേഷനാണ്. ഞാൻ സന്തോഷവാനാണ്, ഒരു അഫർമേഷനാണ്. ഞാൻ ഹാപ്പിയാണ്, ഒരു അഫർമേഷനാണ്. അത് നിരന്തരമായി നമ്മളുടെ ചിന്തകളിൽ, നമ്മുടെ വാക്കുകൾ നമ്മൾ കൊണ്ടുവരിക. അത് നമ്മുടെ ഒരു ചിന്തയായി, നമ്മുടെ ഒരു ജീവിത താളമായി നമ്മൾ അതിനെ കൊണ്ടുവരിക. നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നത്
ഈ താളം നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആണ്. ജീവിതത്തിന്റെ താളം നഷ്ടപ്പെട്ട പോലെ നമുക്ക് തോന്നുന്നു. അവിടെ ഈ താളങ്ങളെ തിരിച്ചുപിടിക്കുക, ജീവിത താളത്തെ തിരിച്ചുപിടിക്കുക, സന്തോഷത്തെ തിരിച്ചുപിടിക്കുക, ആനന്ദത്തെ തിരിച്ചുപിടിക്കുക. അങ്ങനെ നമ്മൾ തിരിച്ചുപിടിക്കുമ്പോൾ ആരോഗ്യവും സമ്പത്തും സമാധാനവും സമൃദ്ധിയും സുഖവും ഹാപ്പിനെസ്സും നമ്മിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു മഹാത്ഭുതം നമുക്ക് കാണാൻ കഴിയും. ഒരു മാജിക് നമുക്ക് അനുഭവപ്പെടും. ജീവിതത്തിന്റെ മാജിക് കാണാൻ കഴിയുക, അനുഭവപ്പെടാൻ കഴിയുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തിരിച്ചുപിടിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ മെഡിറ്റേഷൻ പ്രോഗ്രാമുകൾ. ചിലപ്പോഴൊക്കെ അത്തരം കാര്യങ്ങളെ നമ്മെ പിറകോട്ട് നയിക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടാവാം. ആ വിഷയങ്ങൾ നമ്മൾ സ്വയം കളയേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. അതിനെ സഹായിക്കുന്ന ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഇപ്പോൾ EFT നിങ്ങൾ പക്ഷേ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടാവും ഇന്നലെ, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. അതിന്റെ ഒരു പരിശീലനം, ഒരു ദിവസത്തെ ഫ്രീ വെബിനാർ ഈ വെള്ളിയാഴ്ച വരുന്നുണ്ട്. ആരൊക്കെ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്? 1 മണിക്കൂർ അല്ലെങ്കിൽ 7:30 മണി മുതൽ അതിന്റെ ഓർമ്മ EFT പരിചയപ്പെടുത്തുന്ന ഒരു സെഷൻ. ആരൊക്കെ അതിൽ പങ്കെടുക്കാൻ തയ്യാറുണ്ടാവും? ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ. യെസ്, വെരി ഗുഡ്. ഇനി ഫ്രീ വെബിനാറാണ്. എന്താണെന്ന് പരിചയപ്പെടാൻ വേണ്ടി നമുക്ക് നമ്മെ ശുദ്ധീകരിച്ചെടുക്കാനുള്ള ചില ടെക്നിക്ക് നമ്മുടെ കയ്യിൽ തന്നെ വേണം. എല്ലാ ദിവസവും നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പ്രയാസങ്ങൾ കൂടി വിഷമങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ അതിന് മാറ്റങ്ങൾ കണ്ടെത്താൻ നമ്മൾ സഹായിക്കുന്ന ഇത്തരം മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങൾ നമ്മൾ അതിന്റെ ഭാഗമാവേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി ജീവിതത്തെ നമ്മൾ മാറ്റി തിരിച്ചു പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. എല്ലാ ദിവസവും മരുന്നും എല്ലാ ദിവസവും അതേപോലെ പ്രയാസങ്ങളും മാത്രമായി ഇതാണ് ജീവിതം. ചില തെറ്റിദ്ധരിച്ചിരിക്കുക അങ്ങനെയാണ്. ഇതൊക്കെ തന്നെയാണ് ജീവിതം. ഈ വിഷമങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടലും കണ്ണീരും തന്നെയാണ് ജീവിതം. ബാക്കിയൊക്കെ വേറെ ആർക്കൊക്കെയോ റിസർവ് ചെയ്തു പോയ കാര്യമാണ്. നെവർ, നോ, ഒരിക്കലുമല്ല. അത് നമുക്കും കൂടി അവകാശപ്പെട്ടതാണ്. നമ്മുടെ ജന്മാവകാശമാണ് നമ്മുടെ സന്തോഷം, നമ്മുടെ ജന്മാവകാശമാണ് നമ്മുടെ ആനന്ദം, നമ്മുടെ ജന്മാവകാശമാണ് എല്ലാ സന്തോഷങ്ങളും എല്ലാ പോസിറ്റീവായ കാര്യങ്ങളും. അത് നമുക്ക് വേണോ വേണ്ടേ? പറഞ്ഞേ. അത് തിരിച്ചുപിടിക്കാൻ നമ്മൾ തയ്യാറാവുക എന്ന് മാത്രമാണ് എന്ന് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മെഡിറ്റേഷനിലേക്ക് പോകാം.